കന്യാകുമാരിയിൽ സൂര്യോദയം കണ്ട് ബീച്ചിന്റെ സൗന്ദര്യവും ആസ്വദിച്ച ശേഷം ചുറ്റുമുള്ള മാർക്കറ്റിലേക്ക് ഇറങ്ങി. സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തവും കൗതുകകരവുമായ വിഭവങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് നിർമ്മിച്ച വീട്ടുപകരണങ്ങളും കരകൗശല വസ്തുക്കളുമാണ് കന്യാകുമാരി മാർക്കറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. അവയിൽ ഭൂരിഭാഗവും കടൽ വിഭവങ്ങൾ കൊണ്ട് നിർമ്മിച്ചവ. കക്കത്തോട് മുതൽ നക്ഷത്ര മത്സ്യം വരെയും കടൽ സസ്യങ്ങൾ മുതൽ പവിഴപ്പുറ്റു വരെയും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയിലേക്ക് പോകാം. കന്യാകുമാരി എന്ന പേര് ചെറുപ്പത്തിലൊക്കെ ആദ്യമായി കേൾക്കുന്നത് കന്യാകുമാരി പെൻസിൽ കൊണ്ട് എഴുതുമ്പോഴാണ്. അറ്റം കൂർത്ത് മുള്ളുപോലെയുള്ള ഈ പെൻസിൽ അന്ന് നമ്മൾ സ്ലേറ്റിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുമായിരുന്നു. അന്ന് കന്യാകുമാരിയിൽ പോയിട്ട് വരുന്നവർ വാങ്ങിക്കൊണ്ടുവരുന്ന ഈ പെൻസിലിന് നാട്ടിൻ പുറങ്ങളിലൊക്കെ വൻ ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. സീ അർച്ചിൻ എന്നറിയപ്പെടുന്ന കടൽ ചേനയുടെ മുള്ളുകളാണ് അന്ന് നമ്മൾ സ്ലേറ്റ് പെൻസിലായി ഉപയോഗിച്ചിരുന്നത്. ഈ ജീവിയുടെ കൊഴിഞ്ഞു പോകുന്ന മുള്ളുകൾ തീരത്തടിയുമ്പോൾ അവ പെറുക്കിയെടുത്ത് പെൻസിലുകളാക്കി വിൽക്കുന്നവർ കന്യാകുമാരിയിൽ ധാരാളമുണ്ടായിരുന്നു. നമ്മുടെ വീടകങ്ങളെ സുന്ദരവും കൗതുകകരവുമാക്കാനുതകുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് കന്യാകുമാരി മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത്. കടൽ വിഭവങ്ങൾ കൂടാതെ മരമുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ, ശില്പങ്ങൾ, ക്ലോക്കുകൾ തുടങ്ങി നിരവധി വീട്ടുപകരണങ്ങളും ഇവിടത്തെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. മനോഹരമായ ഷോപ്പിംഗ് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന കന്യാകുമാരി മാർക്കറ്റിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഈ തീരത്ത് ഒട്ടേറെ കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാനുണ്ട്. പക്ഷെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ തൽക്കാലം ഞങ്ങൾ ഇവിടം വിട്ടു പോവുകയാണ്. അടുത്ത കന്യാകുമാരി യാത്രയിൽ കൂടുതൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാകും എന്നുള്ള വിശ്വാസത്തോടെ ഏവർക്കും നന്ദി.